ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ബ്ലെൻഡറിൻ്റെ ബേസിക് ഇൻ്റർഫേസ്, അതിൻ്റെ സെറ്റിങ്സും അതിലുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് ബേസിക് ആയിട്ടൊന്ന് നോക്കണം. എന്നാലേ നമുക്ക് ഇതിനുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾക്ക് ബ്ലെൻഡർ എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു 3D സോഫ്റ്റ്വെയർ ആണ്, ഫ്രീ ആണ്. അതുകൊണ്ട് കുറച്ച് ഇത് നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് കുറച്ച് പാടായിരിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് നല്ല എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ക്രിയേറ്റും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ ബ്ലെൻഡറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ തന്നെ സൈറ്റ് ഉണ്ട്. അതിൽ സൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്കാണ് വരിക. നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 3D ആയിട്ട്, ഓപ്പൺ ആയിട്ട്, ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൽ എന്തും പഠിക്കുകയും ചെയ്യാം. നല്ല ഉപയോഗമുള്ള സോഫ്റ്റ്വെയർ ആണ്. നമുക്കിതിൽ ആദ്യം നമ്മൾ തുറക്കുമ്പോൾ ഇതിലൊരു സ്പ്ലാഷ് സ്ക്രീൻ, ഇത് അങ്ങനെ നമുക്ക് ന്യൂ ഫയൽ എടുക്കാനുള്ളതും പിന്നെ നമ്മൾ മുന്നെടുത്ത റീസെൻറ്റ് ഫയലൊക്കെ ഇതിൽ വരും. ഇത് തുറക്കുമ്പോൾ എപ്പോഴും വരുന്നതാണ്. നമുക്ക് ഒന്നും ചെയ്യേണ്ട, വെറുതെ ഒന്ന് എല്ലാം എവിടെയും ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ അത് പോയിക്കോളും. ഇതിൽ ഇനി അത് ഇനിയും നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞാൽ ആ ബ്ലെൻഡറിൻ്റെ ലോഗോയിൽ ക്ലിക്ക് കൊടുത്ത് പറഞ്ഞാൽ അതിൽ സ്പ്ലാഷ് സ്ക്രീൻ ഉണ്ടാവും. അത് ഒന്നുകൂടി ക്ലിക്ക് നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ന്യൂ ഫയൽ എടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിൽ ബ്ലെൻഡറിൽ നമുക്ക് ആദ്യം ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു 3D വ്യൂ പോർട്ട്, ഇതാണ് 3D വ്യൂ പോർട്ട്. ഇതൊരു നമുക്ക് ആദ്യം തരുന്നത് ഒരു ക്യൂബ് ആയിരിക്കും, 3D ക്യൂബ്. ഇത് നമുക്ക് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാം, നോക്കാം. അപ്പം ഇത് 3D വ്യൂ പോർട്ട്. ഇതിൽ നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഔട്ട്ലൈനർ, ഇത് ക്യാമറ, ക്യൂബ്, അതിൻ്റെ ഒക്കെ വ്യൂ ഇതിലാണ് ഔട്ട്ലൈനർ. ഇത് നമുക്ക് പ്രോപ്പർട്ടി ഇതിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടി നമുക്ക് ചേഞ്ച് ചെയ്യണം, കളറോ മെറ്റീരിയൽ എന്ത് വേണമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ എല്ലാം ചേഞ്ച് ചെയ്യാം നമുക്ക് ഇതിൽ. അപ്പം ഇതിൽ നമുക്ക് വേറെ ഈ വ്യൂ പോർട്ടിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ഇമേജ് എഡിറ്റർ ആക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം. ഇതെല്ലാം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മാറ്റി ഉപയോഗിക്കുകയും ചെയ്യാം. എന്ത് വേണമെങ്കിൽ നമുക്ക് മാറ്റി ഉപയോഗിക്കുകയും ചെയ്യാം. തൽക്കാലം നമുക്ക് ഇതാണ് 3D വ്യൂ പോർട്ടാണ് ഇവിടെ വേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂ പോർട്ടും കൂടി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ കോർണറിൽ നമുക്കൊന്ന് ക്ലിക്ക് കൊടുക്കാം. ഈ ഓരോ കോർണർ ക്ലിക്ക് കൊടുത്ത് ഡ്രാഗ് ചെയ്ത് പറഞ്ഞാൽ ഓരോ കൂടി നമുക്ക് വേറൊരു വ്യൂ പോർട്ടും കൂടി വരും. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വലുതാക്കാം, ചെറുതാക്കാം എന്ന് പറയും. ഇനി ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഈ കോർണറിൽ നമുക്ക് ക്ലിക്ക് കൊടുത്തിട്ട് ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടാക്കാം, അല്ലെങ്കിൽ ഈ ഭാഗമാണ് നമുക്ക് വേണ്ടാത്തത് ഡാർക്കറായിട്ടോ അത് നമുക്ക് ഇനി വേണ്ടല്ലോ, അത് നമുക്ക് ക്യാൻസൽ ആക്കാം. അതുപോലെ തന്നെ ഔട്ട്ലൈനറും ഇതേപോലെ തന്നെ ഇതിന്റെ കോർണറിൽ നമുക്ക് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് പുതിയൊരു ഔട്ട്ലൈനർ അല്ലെങ്കിൽ പുതിയൊരു വിൻഡോ അവിടെ വരുന്നതായിരിക്കും കേട്ടോ. അത് വേണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ആ ഔട്ട്ലൈനർ പോയിട്ടുണ്ട്. നമുക്ക് ഇനി അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഇതിന്റെ ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് പറഞ്ഞാൽ അവിടെ ഒരു പുതിയൊരു ഇത് വരും. നമുക്ക് കണ്ടോ പുതിയൊരു ഇത് വന്നിട്ട്. ഇതിപ്പോ രണ്ടും പ്രോപ്പർട്ടി പാനലാണ്, അത് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. അതിന്റെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ, അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഔട്ട്ലൈനർ ആക്കാം. ഇതും അതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് വ്യൂസ് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് വിടാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക്. ഇതിന്റെ അടിയിൽ നമുക്ക് ടൈം ലൈൻ നമുക്ക് അനിമേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഓരോന്നും നമുക്ക് ലൊക്കേഷനും ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് അനിമേഷൻ ചെയ്യാം. അത് നമുക്ക് ഇപ്പൊ പറഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ മനസ്സിലായി. ലൊക്കേഷനും ഇതൊക്കെ മാറ്റിയിട്ട് അങ്ങനെയൊക്കെയാണ് അനിമേഷൻ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 3 ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടാവും. ഒന്ന് ക്യൂബും ഒരു ലൈറ്റിന്റെ സോഴ്സും ഒരു ക്യാമറയും. നമുക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് അമർത്തി വേണം ഡിലീറ്റ് ആവും. അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് പറഞ്ഞാൽ സെലക്ട് ആയിട്ടില്ലതാണ്. ഇനി ഇതിലാകെ പല ഓരോന്നിനും ഓരോ സെറ്റിങ്സുകളാണ് ഉള്ളത്. മെനു ബാറിൽ മോഡലിങ്ങിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ സെറ്റിങ്സ്, പിന്നെ സ്കൾപ്റ്റിങ്ങിനുള്ള അതിൻ്റെ സെറ്റിങ്സ്, എല്ലാത്തിനും നമുക്ക് സ്കൾപ്റ്റിങ് മോഡലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം ലൈനിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അത് ഡിഫോൾട്ടായിട്ട് തന്നെ അത് ഉണ്ടായില്ല. പിന്നെ ടെക്സ്ചർ പോയിന്റ്, ഷെയ്ഡിങ്, പിന്നെ അനിമേഷന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സുകൾ എല്ലാം ഓരോരോ സെറ്റിങ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഓരോന്നും പഠിച്ചാലേ നമുക്ക് ഇതിൻ്റെയുള്ള ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, അതൊക്കെ നമുക്ക് ഓരോന്നും അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബേസിക്കുള്ള ഐഡിയ കിട്ടും. എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്തു പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഇന്ന രീതിയിലാവുന്നത് നമുക്ക് ഇതെല്ലാം ഏകദേശം ഒരു ബേസിക് കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് സ്വന്തം ഐഡിയയിൽ നമുക്ക് ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇതിൽ കുറേ ആഡ് ഓൺസ് ഉണ്ട്, നമുക്കിതിൽ ആഡ് ഓൺ ചെയ്ത് വിടാം. ഇപ്പം ഞാൻ മാക്സിമം അങ്ങനെ അങ്ങനെ കുറേ അനിമേഷനുള്ള ആഡ് ഓൺ ഒക്കെ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ. നമുക്ക് ഇനി എന്തായാലും ഓരോന്നിനെ കുറിച്ചും ഓരോ മെനു ബാറിൽ ഓരോ ഓപ്ഷനെ കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.